ഭഗവതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പീഠത്തെ നാം കൊടുക്കുകയാണെന്ന് സങ്കല്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ മന്ത്രം ചൊല്ലാം, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നാനാരത്ന സമായുക്തം തത്തഹാടകനിർമ്മിതം ഭദ്രാസനം സമാനീതം സ്വീകുരുഷ്വ മഹേശ്വരി. രത്നസിംഹാസനം സമർപ്പയാമി. അത് വിളക്കിൻ്റെ അടിയിലേക്ക് ആരാധിക്കുക. ഭഗവതിക്ക് ഇരിക്കാനുള്ള പീഠത്തെ നമ്മൾ കൊടുക്കണു എന്നൊരു സങ്കല്പമാണ്. അതിനുശേഷം ഭഗവതിയെ ആവാഹിക്കലാണ്. കൈകളിൽ പുഷ്പമെടുത്ത് തൊഴുകൈയോട് കൂടിയിട്ട് എല്ലാവരും ഇരിക്കുക. ഇവിടെ ശ്ലോകം ചൊല്ലുന്നത് ശ്രദ്ധാപൂർവം എല്ലാവരും കേട്ടിരിക്കുക. സഗുണാം കരുണാപൂർണാം കരുണീമരുണാരുണാം സൗന്ദര്യസാം സാരസീമന്താം സർവാവയവ സുന്ദരീം ശൃംഗാരരസസമ്പൂർണാം സദാ ഭക്താർത്തികാതരാം പ്രസാദസമുഖീമംബാം ചന്ദ്രഖണ്ഡശിഖണ്ഡിനീം പാശാങ്കുശവരാഭീതിധരാമാനന്ദരൂപിണീം ധ്യായാമി ലളിതാം ദുർഗാലക്ഷ്മീവാണീ സ്വരൂപിണീം. ആഗച്ഛാവരദേ ദേവി ദൈത്യദർപ്പനിഷൂദിനി പൂജാം ഗൃഹാണസുമുഖി നമസ്തേ ശങ്കരപ്രിയേ. സർവതീർത്ഥാഹൃദം തീർത്ഥം സർവദേവ സമന്വിതം